പ്രിയ ശ്രീ ധനുഷ കെ രാജ, എസ് ഒ കസ്തൂരി രാജ, ബി ഒ സെൽവരാഘവൻ. നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള തുറന്ന കത്താണിത്. താങ്കളെപ്പോലുള്ള ഒരു നല്ല നടൻ, നിങ്ങളുടെ അച്ഛൻ്റെയും നിങ്ങളുടെ സഹോദരൻ്റെയും പിന്തുണയോടും അനുഗ്രഹത്തോടും കൂടി ഒരു മികച്ച സംവിധായകന് ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെപ്പോലുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. വ്യവസായത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത സ്വയം നിർമ്മിച്ച ഒരു സ്ത്രീയും ഇന്ന് ഞാൻ വഹിക്കുന്ന സ്ഥാനത്തേക്ക് പോകാൻ പാടുപെടേണ്ടി വന്ന ഒരാളും. എന്നെ അറിയുന്ന എല്ലാവർക്കും രഹസ്യമല്ല, അതിലും പ്രധാനമായി പ്രേക്ഷകരുടെയും എൻ്റെ സിനിമാ സാഹോദര്യത്തിൻ്റെയും സ്വീകാര്യതയ്ക്ക് ഇത് എൻ്റെ പ്രവർത്തന നൈതികതയോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല, എൻ്റെ നിരവധി ആരാധകരും അഭ്യുദയകാംക്ഷികളും ഏറെ കാത്തിരുന്നു. ഞങ്ങൾക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രോജക്റ്റ് ഒരുമിച്ച് കൊണ്ടുവരാൻ സഹകാരികളുടെയും സിനിമാ സുഹൃത്തുക്കളുടെയും മുഴുവൻ ടീമും വേണ്ടി വന്നു. ഞാനും എൻ്റെ പങ്കാളിയും സിനിമയ്ക്കെതിരെ നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല, ഈ പ്രോജക്റ്റിനായി അവരുടെ പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നു. എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ എൻ്റെ ഇൻഡസ്ട്രിയിലെ അഭ്യുദയകാംക്ഷികളിൽ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുന്നു. എന്നാൽ ഏറ്റവും സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ചിത്രമായ നാനും റൗഡി ദാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. NOCയ്ക്കായി നിങ്ങളോട് പോരാടി ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി റിലീസിനായി നിങ്ങളുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന നീണ്ട 2 വർഷത്തിന് ശേഷം നിങ്ങൾ അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. നാനും റൗഡി ദാൻ പാട്ടുകളുടെയോ വിഷ്വൽ കട്ടുകളുടെയോ ഉപയോഗം, ഒന്നിലധികം അഭ്യർത്ഥനകൾക്കിടയിലും ഫോട്ടോഗ്രാഫുകൾ പോലും. നാനും റൗഡി ദാനിലെ ഗാനങ്ങൾ ഇന്നുവരെ വിലമതിക്കപ്പെടുന്നു, കാരണം വരികൾ യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് വന്നത്. ഞങ്ങളുടെ ഡോക്യുമെൻ്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച സംഗീതമില്ലെന്നറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകാനുള്ള നിങ്ങളുടെ വിസമ്മതം അല്ലെങ്കിൽ പാട്ടുകളുടെ വരികൾ പോലും എൻ്റെ ഹൃദയം തകർത്തു. നിങ്ങളുടെ നിഷേധം നിർബന്ധമാക്കുന്നത് ബിസിനസ് നിർബന്ധങ്ങളും പണപ്രശ്നങ്ങളുമാണെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനഃപൂർവ്വം അനിശ്ചിതത്വം പാലിച്ചതിലും വേദനാജനകമാണ്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ വെറും 3 സെക്കൻഡ് ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്ത വരികൾ വായിച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അതും സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട BTS ദൃശ്യങ്ങളും 10 രൂപ ക്ലെയിം ചെയ്തു. കേവലം 3 സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായി കോടികൾ. ഇത് നിങ്ങളിൽ നിന്ന് ഏറ്റവും താഴ്ന്നതാണ്. നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്നു. നിങ്ങളുടെ നിരപരാധികളായ ആരാധകർക്ക് മുന്നിൽ ഓഡിയോ ലോഞ്ചുകളിൽ സ്റ്റേജിൽ വരാൻ നിങ്ങൾ ചിത്രീകരിക്കുന്ന പകുതി വ്യക്തിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വ്യക്തമായി നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല, കുറഞ്ഞത് എനിക്കും എൻ്റെ പങ്കാളിക്കും വേണ്ടിയല്ല. ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു ചക്രവർത്തിയാകുമോ? ചക്രവർത്തിയുടെ നിർദ്ദേശത്തിൽ നിന്നുള്ള എന്തെങ്കിലും വ്യതിയാനം നിയമപരമായ പ്രത്യാഘാതങ്ങളെ ആകർഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് എനിക്ക് ലഭിച്ചു. നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ അതിനോട് ഉചിതമായി പ്രതികരിക്കും. ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിക്ക് വേണ്ടി നാനും റൗഡി ദാൻ്റെ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിന് NOC നൽകാനുള്ള നിങ്ങളുടെ വിസമ്മതം പകർപ്പവകാശ കോണിൽ നിന്ന് നിങ്ങൾ കോടതിയെ ന്യായീകരിച്ചേക്കാം. എന്നാൽ അതിനൊരു ധാർമ്മിക വശമുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പ്രതിരോധിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ കോടതി സിനിമ പുറത്തിറങ്ങി ഏകദേശം 10 വർഷമായി. ലോകത്തിന് മുന്നിൽ മുഖംമൂടി ധരിച്ച് ഒരാൾ ഈ നീചമായി തുടരുന്നത് വളരെക്കാലമാണ്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായതും ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുമായിരുന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ എല്ലാ ഭയാനകമായ കാര്യങ്ങളും ഞാൻ മറന്നിട്ടില്ല. റിലീസിന് മുമ്പായി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇതിനകം ഞങ്ങൾക്ക് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമ ബ്ലോക്ക്ബസ്റ്റർ ആയതിനു ശേഷം താങ്കളുടെ ഈഗോ വളരെയേറെ മുറിപ്പെട്ടിട്ടുണ്ടെന്ന് ഫിലിം സർക്കിളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡ് ഫംഗ്ഷനുകളിലൂടെ ഫിലിം ഫെയർ 2016 അതിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അതൃപ്തി സാധാരണക്കാർക്ക് പോലും വ്യക്തമാണ്. ബിസിനസ് മത്സരം ഉപേക്ഷിച്ച് പൊതുജീവിതത്തിലെ പ്രമുഖ വ്യക്തികൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ തോതിൽ കൈകടത്തുന്നില്ല. മര്യാദയും മാന്യതയും അത്തരം കാര്യങ്ങളിൽ വലിയ ഹൃദയത്തോടെയുള്ള പെരുമാറ്റം നിർബന്ധമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളോ ശരിയായ മനഃസാക്ഷിയുള്ളവരോ അത്തരം സ്വേച്ഛാധിപത്യത്തെ അഭിനന്ദിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് നിങ്ങളെപ്പോലുള്ള ഒരു സ്ഥാപിത വ്യക്തിത്വത്തിൽ നിന്നാണെങ്കിലും. ഇത് ഞാനാണ്. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മേഡ് ഒരു വലിയ യോ ആണ്. കിസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്.
SOKH ചിലർ സിനിമയിൽ നമ്മൾ ഒരു ടോണാണ്. അത് വലുതാക്കാൻ. അത് അവരുടെ ജോലി, അനുഗ്രഹം, ജനങ്ങളുടെ ദയ എന്നിവയ്ക്കുള്ള ഒരു ആദരവ് മാത്രമാണ്. നിങ്ങൾ ചില വ്യാജ കഥകൾ മെനഞ്ഞെടുക്കുകയും പഞ്ച് ലൈനുകൾ ഉപയോഗിച്ച് പാക്ക് ചെയ്യുകയും നിങ്ങളുടെ അടുത്ത ഓഡിയോ ലോഞ്ചിലും അത് നൽകുകയും ചെയ്യാം. പക്ഷേ ദൈവം നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ പദാവലിയിൽ ഷാഡൻഫ്രോയ്ഡ് എന്ന ഒരു ജർമ്മൻ പദം അവതരിപ്പിക്കാനും നിങ്ങൾ ആ വികാരം ഞങ്ങളുമായോ മറ്റാരുമായോ ഇനി ആസ്വദിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ആളുകളെ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഈ ലോകത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിലും സന്തോഷമുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷവും മറ്റുള്ളവരുടെ കഥകളിൽ നിന്ന് വരുന്ന പ്രതീക്ഷയും കാണുന്നതിൽ സന്തോഷമുണ്ട്. അതാണ് ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്ക് പിന്നിലെ കാരണം. നിങ്ങളും ഇത് കാണണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. ഒരുപക്ഷെ അത് നിങ്ങളുടെ മനസ്സ് മാറ്റിയേക്കാം. #സ്പ്രെഡ് ലവ് എന്നത് പ്രധാനമാണ്. എന്നെങ്കിലും പറയുക മാത്രമല്ല, അത് ചെയ്യാൻ നിങ്ങൾക്കും പൂർണ്ണ ശേഷിയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.